ഈ സർക്കാരിൻ്റെ പണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ നികുതിയായിട്ടും ബാക്കിയുള്ളവരും ജനത്തിൻ്റെ പണമല്ലേ. ആ പണത്തിന് അത് കൈകാര്യം ചെയ്യേണ്ട ആളുകൾ ഉത്തരവാദിത്തമായിട്ട് കൈകാര്യം ചെയ്യാതെ ഈ തരത്തിലാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കി. എന്തുമാത്രം ഒരു ധൂർത്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെ നമുക്ക് എങ്ങനെ ന്യായീകരിക്കാനൊക്കും? ആർക്കെങ്കിലും ന്യായീകരിക്കാനൊക്കെ ഇവർ പറയട്ടെ. അതായത് 50 ലക്ഷത്തിലധികം രൂപ മെഡിക്കൽ റീഇംബേഴ്സ്മെൻറ്റായിട്ട് എത്ര പേർക്ക് കൊടുത്തുകൊണ്ട് അവരുടെ പേര് സഹിതം അവർ പ്രസിദ്ധീകരിക്കണമെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. ഇതൊരു ചെറിയ കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. ഈ തരത്തിലുള്ള ഒരു കൊള്ള നമുക്കൊരു തരത്തിലും അംഗീകരിക്കാനൊക്കെ ഇല്ല. അല്ല, നമ്മുടെ ഈ ഇലക്ഷൻ വരെയല്ലേ, ഇലക്ഷൻ്റെ മുമ്പ് അവർ അവതരിപ്പിക്കട്ടെ, ഞങ്ങൾക്ക് ഇത്രയും കാശ് മേടിച്ചവരാണ്, മിടുക്കന്മാരാണ് എന്നുള്ളത് അവർ പറയട്ടെ. ഇതൊരു പകൽക്കൊള്ളയാണ്. ഇതിന് ഒരു ന്യായീകരണമില്ല. ഇവിടെ ഇപ്പോൾ സർക്കാരിന് നിത്യനിദാനം ചെലവിന് കടമെടുക്കുന്നു. 2023-24 1 ലക്ഷം കോടി രൂപയാണ് ഒരു വർഷം കടമെടുത്തിരിക്കുന്നത്. അത്രയും മോശമായിട്ടുള്ള ഒരു ധനസ്ഥിതി നിലനിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് നമ്മുടെ MLA-മാരും മുൻ MLA-മാരും മന്ത്രിമാരും 2 ലക്ഷം മുതൽ 5 ലക്ഷം 2 കോടി മുതൽ 5 കോടി ലക്ഷമല്ല 2 കോടി മുതൽ 5 കോടി വരെ രൂപയുടെ മെഡിക്കൽ റീഇംബേഴ്സ്മെൻറ്റ് അവർക്കോ അവരുടെ വീട്ടിലെ അംഗങ്ങൾക്കോ വേണ്ടി ചിലവാക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൻ്റെ സ്ഥിതി എന്താണ്? ഞാൻ ആവശ്യപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 ലക്ഷത്തിലധികം മെഡിക്കൽ റീഇംബേഴ്സ്മെൻറ്റ് മേടിച്ച എല്ലാ ആളുകളുടെ പേരും സർക്കാർ പ്രസിദ്ധീകരിക്കണം. എത്ര തുകയാണ് അവർ മേടിച്ചത് ജനങ്ങൾ അറിയട്ടെ. ഇത് രഹസ്യമായിട്ട് വെച്ചുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമാണോ? അപ്പോൾ ഇതിനെ നമുക്ക് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്.